തപ്പുകൊട്ടിൻ്റെ ഒച്ച കേൾക്കാതിരിക്കുക എന്നത് കണ്ണടച്ച് ഇരുട്ടാക്കുന്നത് പോലാകും. എവിടെ നിന്നാലും എങ്ങനെ പോയാലും തപ്പുകൊട്ടിയാൽ അവിടെ ഒരു ആൾക്കൂട്ടമുണ്ടാകും. രാജവിളംബരങ്ങളുടെ അറിയിപ്പിനും ആഘോഷങ്ങൾക്കും യുദ്ധമുഖത്തേക്ക് സൈനികരെ ആവേശോജ്വലമായി നയിക്കാനുമൊക്കെ ഏറെക്കാലം മുന്നിലുണ്ടായിരുന്ന തപ്പ് പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. തപ്പ് അഥവാ പരൈ എന്ന സംഗീതോപകരണം തമിഴ്നാട്ടുകാർക്കാണ് കൂടുതൽ പരിചയം. നൂറ്റാണ്ടുകളോളം തമിഴ് സംസ്കാരത്തിൻ്റെ നെഞ്ചെടുപ്പ് തന്നെയായിരുന്നു പരൈ. ഘനഗംഭീരമായ ശബ്ദം പോലെ തന്നെ സങ്കീർണമാണ് പരൈയുടെ ചരിത്രവും. എന്തിനും ഏതിനും ഏവരും ആശ്രയിച്ചിരുന്ന ഒരു ഉപകരണം ജാതീയമായ അടിച്ചമർത്തലുകളുടെ പ്രതീകമായതിനു പിന്നിൽ വലിയൊരു കഥയുണ്ട്. മരണവീട്ടിലെ വിലാപഗാനങ്ങൾക്ക് അകമ്പടി പാടിയതിനു പിന്നിൽ അവഗണനയുടെ കയ്പുണ്ട്. പരൈ എന്ന വാക്കിന് തമിഴിൽ പറയുക എന്നാണ് അർത്ഥം. മനുഷ്യർ വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്താണ് പരൈയുടെ ഉദ്ഭവം. പരസ്പരമുള്ള ആശയവിനിമയത്തിന് ആദിമ മനുഷ്യർക്ക് കൈമുതലായി ഉണ്ടായിരുന്ന ഏക ഉപകരണം ഇതായിരുന്നു. സംഘസാഹിത്യത്തിലെ തോൽക്കാപ്യത്തിലടക്കം പരൈയെക്കുറിച്ച് പരാമർശമുണ്ട്. AD 6-ാം നൂറ്റാണ്ടിൽ ശൈവ സന്യാസികൾ എഴുതിയെന്ന് കരുതപ്പെടുന്ന ദേവരം എന്ന ഭക്തിസൂത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലും വിശേഷാവസരങ്ങളിലും പരൈ കൊട്ടി എന്നാണ് പറയുന്നത്. തോൽ ഉപയോഗിച്ച് നിർമ്മിച്ച സംഗീതോപകരണങ്ങളുടെ മാതാവാണ് പരൈ എന്നാണ് ചൊല്ല്. രാജഭരണകാലത്ത് കൊട്ടാരത്തിലെ വിശേഷാവസരങ്ങളിലൊക്കെ പരൈ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. എന്നാൽ AD 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര ഭരണത്തിന് കീഴിൽ പരൈയുടെ പ്രൗഢി ഇടിഞ്ഞു തുടങ്ങി. ശുഭസൂചകമായ പരൈ എന്ന വാക്കിന് പകരം തപ്പ് എന്ന പേര് വന്നത് വിജയനഗര സാമ്രാജ്യകാലത്താണ്. അതുവരെ വളരെ റിച്ചായ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമായി കണ്ടിരുന്ന പരൈ വളരെ സിസ്റ്റമിക്കായ ഒരു വേർതിരിവിൻ്റെ മുഖമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. മൃഗത്തോൽ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന തബലയും മൃദംഗവുമെല്ലാം വലിയ വേദികൾ കീഴടക്കിയപ്പോൾ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി മാറി പരൈ. കോളനിവൽക്കരണത്തിൻ്റെയും ജന്മിത്വത്തിൻ്റെയും കാലമായപ്പോഴേക്കും ദളിതരുടെ കൈകളിൽ മാത്രമൊതുങ്ങിയ ഉപകരണമായി പരൈ മാറിക്കഴിഞ്ഞിരുന്നു. ശവസംസ്കാര ചടങ്ങുകളിൽ വിലാപഗാനം പാടുമ്പോൾ അകമ്പടി കൊട്ടാൻ വേണ്ടി മാത്രമായി ഈ സമയം കൊണ്ട് പരൈയുടെ ഉപയോഗം ഒതുങ്ങി. തപ്പുകൊട്ടിനുണ്ടായിരുന്ന പ്രാധാന്യം കാലക്രമേണ മറ്റൊരു അർത്ഥത്തിൽ വായിക്കപ്പെടുകയാണ് ഉണ്ടായത്. തപ്പുകൊട്ടിയിരുന്നത് പ്രധാനമായും പരയ്യർ എന്ന ദളിത് സമുദായത്തിൽപ്പെട്ടവരായിരുന്നു. ഇതുകൊണ്ട് തന്നെ ദളിതരുടെ വാദ്യോപകരണം എന്ന വിശേഷണവും പരയ്യയ്ക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. മരണവീടുകളിൽ തപ്പുകൊട്ടി വിലാപഗാനം പാടുക എന്നത് ദളിതരുടെ ജോലിയായിരുന്നു. എന്നാൽ പതിയെ പതിയെ മരിച്ചവരെ സംസ്കരിക്കാനുള്ള കുഴിയെടുക്കലും ശവശരീരത്തെ കുളിപ്പിക്കലും പട്ടടയിലേക്ക് എടുക്കലുമെല്ലാം അവർ ചെയ്യേണ്ട ജോലിയായി. ഇക്കാര്യങ്ങളിലൊക്കെ മേൽജാതിക്കാർ തീർപ്പ് കൽപ്പിച്ചതുകൊണ്ട് ദളിതരുടെ ശബ്ദവും തപ്പുകൊട്ടും അവഗണനകൾ ഏറ്റുവാങ്ങി നിലകൊണ്ടു. ദളിതർക്കൊപ്പം പരയ്യയ്ക്കും തൊട്ടുകൂടായ്മ നേരിടേണ്ടി വന്നു. തുടക്കം മുതൽ തന്നെ ദളിതരും തപ്പും മദ്യവും വേർപിരിയാനാവാത്ത വിധം കെട്ടുപിണഞ്ഞു പോയിരുന്നു. പരൈ കൊട്ടുന്നതിന് ഊർജ്ജം കുറച്ചധികം വേണ്ടിവരുമെന്നതിനാൽ ഇത് കൊട്ടുന്നവർ അല്പം മദ്യപിച്ചൊക്കെയാണ് മരണവീടുകളിൽ എത്തിയിരുന്നത്. ഇത് ഒരവസരമായി കണ്ട് തപ്പുകൊട്ടുകാർക്ക് പണത്തിന് പകരം മദ്യം പ്രതിഫലമായി നൽകിയാൽ മതി എന്ന രീതി വന്നു. തത്ഫലമായി കാലക്രമേണ തപ്പുകൊട്ടുകാരിൽ കുറേ പേർ മുഴുക്കുടിയന്മാരായി മാറി. ദളിതരും തപ്പും മദ്യപാനവും അങ്ങനെ പരസ്പരം വേർപെടാനാവാതെ സമൂഹത്തിൻ്റെ അപമാനത്തിൻ്റെ അടയാളമായി നിലനിന്നു പോന്നു. തപ്പുകൊട്ടുന്ന കലാകാരന്മാർക്ക് പല നിയന്ത്രണങ്ങളും മേൽജാതിക്കാർ ഏർപ്പെടുത്തിയിരുന്നു. ഇത് കൊട്ടുന്ന സമയം ഷർട്ടോ ചെരുപ്പോ ധരിക്കാൻ ഇവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. വെയിലും മഴയുമെല്ലാം സഹിച്ച് പ്രതിഫലവും നിഷേധിക്കപ്പെട്ട് തപ്പുകൊട്ടുകാർ മരണവീടുകളിൽ വിലാപഗാനങ്ങൾക്ക് അകമ്പടി സേവിച്ചു. തപ്പുകൊട്ടാൻ സ്ത്രീകൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ ഭർത്താവ് മരിച്ചാൽ അവർ ചെയ്തു പോന്നിരുന്ന കുലത്തൊഴിൽ ചെയ്യാൻ സ്ത്രീകൾക്ക് വിലക്കുണ്ടായി. പട്ടിണിയും അസുഖങ്ങളും ദളിത് കുടുംബങ്ങളിലെ സ്ഥായിയായ സാഹചര്യമായി. എന്നാൽ നിയന്ത്രണങ്ങളും വേർതിരിവും കടുത്തതോടെ പുതുതലമുറ ഇതിനെ പ്രതിരോധിക്കാൻ തുടങ്ങി. അവിടെയാണ് തപ്പിൻ്റെ തിരിച്ചുവരവ് തുടങ്ങുന്നത്. പരൈ മറുപ്പ് പോരാട്ടം തമിഴ്നാട് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ തുടക്കമായിരുന്നു. പോണ്ടിച്ചേരിക്കടുത്ത് കടലൂരിൽ തുടങ്ങിയ ഈ വിപ്ലവകരമായ പോരാട്ടം തമിഴ്നാടൊട്ടാകെ അലയടിക്കാൻ തുടങ്ങി. മറുപ്പ് എന്നാൽ എതിർക്കുക എന്നാണ് അർത്ഥം. തങ്ങളെ ജാതീയമായി വേർതിരിക്കുന്നതിനെതിരെ തമിഴ്നാട്ടിലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ നടത്തിയ ഈ പ്രതിഷേധം വലിയ മാറ്റത്തിനാണ് വഴിവെച്ചത്. 1940-80 കാലയളവിൽ തമിഴ്നാട്ടിലെ വർണ്ണവ്യവസ്ഥയുടെ അടിത്തറ ഇളക്കിയ ഇഴിത്തൊഴിൽ എതിർപ്പ് എന്ന പ്രതിഷേധ പരമ്പരയ്ക്ക് ചുക്കാൻ പിടിച്ചത് പരൈ മറുപ്പ് പോരാട്ടമായിരുന്നു. ജാതീയമായ അധിനിവേശത്തോട് തീർത്തും നിഷേധാത്മകമായ സമീപനം പുലർത്തിയ ഈ മൂവ്മെൻറ്റ് ശ്രീലങ്കയിലും സമാന രീതിയിൽ വിമോചന പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. മേൽജാതിക്കാർ പറയുന്നതെന്തും അക്ഷരം പ്രതി അനുസരിക്കാൻ തയ്യാറായിരുന്ന മുൻ തലമുറയിലെ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇളം തലമുറക്കാരായ പരൈ വാദ്യക്കാർ. വിമോചന പോരാട്ടങ്ങളിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ച ഇവർ ജാതി അധിക്ഷേപങ്ങളോടുള്ള പ്രതിഷേധ സൂചകമായി പൊതു ഇടങ്ങളിൽ മേൽജാതിക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് തപ്പുകൊട്ടില്ല എന്ന് തീരുമാനമെടുത്തു. കടലൂരിലെ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുണ്ടായ ഒരു പ്രതിഷേധത്തെ തുടർന്ന് ഗ്രാമത്തിന് പുറത്തുനിന്ന് പരൈ കലാകാരന്മാരെ കൊണ്ടുവന്ന് കൊട്ടു നടത്തിയതായാണ് ചരിത്രം. എന്നാൽ ഈ പോരാട്ടങ്ങൾ അക്രമരഹിതമായിരുന്നില്ല. മേൽജാതിക്കാരുടെ അധിനിവേശത്തിനെതിരെ നടത്തിയ പല പ്രകടനങ്ങളും കായികമായി തന്നെ നേരിടപ്പെട്ടു. 1987 ഇത്തരത്തിൽ കടലൂരിലുണ്ടായ ഒരു സംഘർഷത്തിൽ റെഡ്ഡിയൂർ പാണ്ഡ്യൻ എന്ന യുവാവിന് വെടിവയ്പിൽ ജീവൻ നഷ്ടമായി. വിമോചന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്നതിന് പകരം ഇത് പരൈ ഉപേക്ഷിക്കാൻ യുവാക്കളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ജാതീയമായ പോരാട്ടങ്ങൾ വിജയം കണ്ടതുകൊണ്ട് തന്നെ പരൈക്ക് പുതിയ ജീവൻ നൽകാൻ കാലക്രമേണ പുതുതലമുറയ്ക്ക് സാധിച്ചു. ദളിതരും പുരുഷന്മാരും മരണവീടുകളും എന്ന സങ്കല്പം മാറി പരൈ ഉന്നത തലങ്ങൾ കീഴടക്കാൻ തുടങ്ങി. ഇന്ന് നിരവധി വേദികളിൽ ഈ കലാരൂപം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ബംഗളൂരു ആസ്ഥാനമായുള്ള അദവി ആർട്സ് കളക്റ്റീവ്, ബുദ്ധർ കലൈക്കൂടം, നിഗർ കലൈക്കൂടം എന്നിങ്ങനെ നിരവധി പെർഫോമിംഗ് ഗ്രൂപ്പുകളാണ് പരൈയാട്ടത്തെക്കുറിച്ച് ക്ലാസുകളും വർക്ക്ഷോപ്പുകളും നടത്തുന്നത്. പരൈയെ ചുറ്റിപ്പറ്റിയുള്ള ജാതീയമായ ഭ്രഷ്ടുകളും മറ്റും നീക്കി പുതുതലമുറയെ ഈ കലാരൂപം പരിചയപ്പെടുത്തുന്നതിൽ ഇവർ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. മറ്റ് സംഗീതോപകരണങ്ങൾക്കൊപ്പം പരൈയെയും ഇവർ സ്റ്റേജുകളിലെ സ്ഥിര സാന്നിധ്യമാക്കാറുണ്ട്.
പരയ്യെ അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തിരിച്ചു കൊണ്ടുവരാൻ പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ.